നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഒരു ജപ്പാൻ നാടോടി കഥയാണ്. ആ കഥ ഇതാണ്. ഒരു ഗ്രാമത്തിൽ ഒരു വൃദ്ധ ദമ്പതികൾ താമസിച്ചിരുന്നു. അവർക്ക് സന്താന സൗഭാഗ്യമുണ്ടായിരുന്നില്ല. മലയുടെ അടുത്തുള്ളൊരു വയലിലാണ് ആ വൃദ്ധൻ പണി ചെയ്യുന്നത്. രാവിലെ പണിക്ക് പോകുമ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഒരു പാത്രത്തിലാക്കി അയാൾ എടുത്തുകൊണ്ടുപോകും. എന്നിട്ട് ആ പാത്രം ഏതെങ്കിലും ഒരു മരക്കൊമ്പിൽ തൂക്കിയിട്ട ശേഷം അയാൾ വയലിൽ പണിയെടുക്കും. മധ്യാഹ്നമായാലുടൻ അയാൾ അതെടുത്ത് ഭക്ഷിക്കും. ഒരു ദിവസം ഉച്ചയായപ്പോൾ അയാൾ പണി നിർത്തി. ഭക്ഷണം കഴിക്കാൻ ചോറ്റുപാത്രം എടുത്ത് നോക്കിയപ്പോൾ അത് ശൂന്യമായിരിക്കുന്നതായി കണ്ടു. പക്ഷെ അതിനുള്ളിൽ ഒരു കുരുവി ഇരുന്ന് ഉറങ്ങുന്നു. അതാണ് അതിലുണ്ടായിരുന്ന ഭക്ഷണം മുഴുവൻ തിന്നു തീർത്തതെന്ന് ആ വൃദ്ധ കർഷകന് മനസ്സിലായി. കാഴ്ചയ്ക്ക് വളരെ ഭംഗിയുള്ളൊരു കുരുവിയായിരുന്നു അത്. വൃദ്ധൻ തൻ്റെ വിശപ്പ് മറന്ന കുരുവിയെ ആ പാത്രത്തോടുകൂടി എടുത്തുകൊണ്ട് വീട്ടിൽ വന്ന് അതിനെ സ്നേഹപൂർവ്വം വളർത്താൻ ആരംഭിച്ചു. അന്നും വൃദ്ധൻ പതുപോലെ പണിയെടുക്കാൻ വേണ്ടി വയലിലേക്ക് പോയിരുന്നു. വീട്ടിൽ അലക്കിയ വസ്ത്രങ്ങൾക്ക് കഞ്ഞി മുക്കാൻ വേണ്ടി അവിടുത്തെ അമ്മൂമ്മ ഒരു പാത്രത്തിൽ കഞ്ഞി തയ്യാറാക്കി വെച്ചിരുന്നു. അത് രുചിച്ചു നോക്കിയ കുരുവി അത് വളരെ സ്വാദിഷ്ടമാണെന്ന് കണ്ടു. ഉണ്ടായിരുന്ന കഞ്ഞി മുഴുവനും അത് കുടിച്ചു തീർത്ത് കളഞ്ഞു. വസ്ത്രങ്ങളെല്ലാം കഴുകിയിട്ട് ആ വൃദ്ധ മാതാവ് കഞ്ഞി വെച്ചിരുന്ന പാത്രം എടുത്തുകൊണ്ട് പോകാൻ വന്നപ്പോൾ അത് ശൂന്യമായിരിക്കുന്ന കണ്ടു. അന്താളിച്ചു പോയ ആ അമ്മൂമ്മ എന്താണ് സംഭവിച്ചിട്ടുണ്ട് എന്ന് ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ മൂലയിൽ കുരുവി വയറും തള്ളിച്ച് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത് കണ്ടു. അരികിൽ ചെന്ന് അതിനെ കയ്യിലെടുത്ത് ആ അമ്മൂമ്മ സൂക്ഷിച്ചു നോക്കി. അതിൻ്റെ ചുണ്ടിൽ അല്പം കഞ്ഞി പറ്റിപ്പിടിച്ചിരിക്കുന്ന കണ്ടപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് അവർക്ക് മനസ്സിലായി. അമ്മൂമ്മയ്ക്ക് എങ്ങുമില്ലാത്ത ദേഷ്യം ഉണ്ടായി. അരിശ നിയന്ത്രിക്കാനാവാതെ അവർ സ്വയം പിറുപിറുത്തുകൊണ്ട് പോയി. ഒരു ചെറിയ കത്തിയെടുത്ത് കൊണ്ടുവന്ന് ആ അമ്മൂമ്മ കുരുവിയുടെ നാക്ക് വലിച്ചു നീട്ടി അത് മുറിച്ചു കളഞ്ഞു. വേദന താങ്ങാനാവാതെ നിലവിളിച്ചുകൊണ്ട് കുരുവി ആ അമ്മൂമ്മയുടെ കയ്യിൽ നിന്നും പിടഞ്ഞു ചാടി പറന്നുപോയി. അന്ന് വൈകുന്നേരം ആ വൃദ്ധൻ വീട്ടിലെത്തിയപ്പോൾ നടന്ന സംഭവം അറിഞ്ഞു. അയാൾ അത്യന്തം ദുഃഖിതനും മ്ലാനവദനുമായി തീർന്നു. ആ കുരുവിക്ക് എന്തു പറ്റിയോ? ദൈവമേ, ഇപ്പോൾ അത് എവിടെയായിരിക്കും? അതേപ്പറ്റി ഓർത്തപ്പോൾ ആ വൃദ്ധൻ്റെ ഹൃദയത്തിൽ എന്തെന്നില്ലാത്ത വേദന അനുഭവപ്പെട്ടു. എവിടെയെങ്കിലും പോയി എങ്ങനെയെങ്കിലും ആ കുരുവിയെ കണ്ടുപിടിച്ച് അതിനെയും കൊണ്ട് ഞാൻ മടങ്ങി വരികയുള്ളൂ എന്ന് പറഞ്ഞു.